കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കാരണം കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. ദിവസങ്ങളായി നീണ്ടുനിൽക്കുന്ന മഴയിൽ നിരണം, തലവടി, എടത്വ, തകഴി, വീയപുരം, കരുവാറ്റ, ആയാപറമ്പ് എന്നീ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. തലവടിയിൽ നിരവധി വീടുകൾ കാറ്റിൽ തകർന്നു. കുട്ടനാട്ടിലെ മുട്ടാർ പഞ്ചായത്തിലാണ് വെള്ളപ്പൊക്ക ദുരിതം ഏറെ ബാധിച്ചത്. മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു. മഴ തുടർന്നാൽ നിരവധി കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. വെള്ളം കയറിയ പ്രദേശങ്ങൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ആലപ്പുഴ നഗരത്തിലും ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമാണ്. നഗരത്തിലെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ വൈകിട്ടോടെ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ആരംഭിച്ചു. കാർത്തികപ്പള്ളി താലൂക്കിൽ 6ഉം കുട്ടനാട്, മാവേലിക്കര താലൂക്കുകളിലായി ഓരോ ക്യാമ്പ് വീതവുമാണ് ആരംഭിച്ചത്. ഇതോടെ ജില്ലയിലെ ആകെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 17ആയി. 354 കുടുംബങ്ങളിൽ നിന്നായി 950 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്.